AI ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഐ മെക്കാനിസത്തിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. സോ ഇത് 3D പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒരു ഐ മെക്കാനിസം ആണ്. സോ അത് അസംബ്ലി ചെയ്ത് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. സോ അതിനകത്ത് ഞാനൊരു AI ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനകത്ത് ഈ ഒരു ഐ മെക്കാനിസം മൂവ് ചെയ്യുന്നത് എന്റെ ഹെഡിന്റെ മൂവ്മെന്റ് വെച്ചിട്ടായിരിക്കും. അതായത് ടിൽറ്റ് മൂവ്മെന്റ്, അതായത് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്, അതുപോലെ യോ ആക്സിസിലുള്ള റൊട്ടേഷൻസ്, ലെഫ്റ്റ് റൈറ്റിലേക്കുള്ള റൊട്ടേഷൻസ് അനുസരിച്ചായിരിക്കും ഈ ഒരു ഇതിന്റെ മെക്കാനിസത്തിന്റെ ഐ മൂവ് ചെയ്യുന്നത്. സോ ഞാൻ ലെഫ്റ്റിലേക്ക് എന്റെ ഹെഡ് തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിലേക്ക് ഐ തിരിയും, അതുപോലെ റൈറ്റിലേക്ക് തിരിച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ഐ തിരിയും, അപ്പ് ആണെങ്കിൽ അപ്പ്, ദെൻ അതിനനുസരിച്ച്. സോ ഞാൻ ഏത് റെസ്പോണ്ടിൽ, അതായത് ഞാൻ സ്ലോ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതേ റെസ്പോണ്ടിൽ തന്നെ ആയിരിക്കും ഈ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. ഞാൻ സ്പീഡിൽ ചെയ്യുവാണെങ്കിൽ അതേ റെസ്പോണ്ടിൽ തന്നെ ആയിരിക്കും ആ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. സോ നമുക്കതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. സോ ഞാനത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പൈത്തന്റെ സ്ക്രിപ്റ്റിലാണ്. സോ പൈത്തൺ അതിനകത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ക്യാമറ എനേബിൾ ആയിട്ടുണ്ട്. സോ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ ഫേസ് ഐഡന്റിഫൈ ചെയ്യുന്ന കാണാൻ പറ്റും. സോ ഞാൻ അപ്പ് ഡയറക്ഷനിലേക്ക് എന്റെ ഹെഡ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഐയും അപ്പ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. താഴത്തേക്കാണെങ്കിൽ താഴത്തേക്ക്, ഞാൻ ലെഫ്റ്റിലേക്കാണെങ്കിൽ ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് ഒരു മൂവ്മെന്റ് ഉണ്ട്. സോ ഇതിന്റെ ഐ കുറച്ച് കയറിയാണ് നിൽക്കുന്നത്. അപ്പോൾ മേള് കണ്ണിന്റെ സൈഡ് തട്ടുന്നുണ്ട്, അതുകൊണ്ട് ചെറിയൊരു മിസ്സിങ് വരും. പക്ഷെ അതല്ലെങ്കിൽ പെർഫെക്റ്റ് ഓക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു മൂവ്മെന്റ്, റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ഒരു മൂവ്മെന്റ്, ഒരു സർക്കുലർ മൂവ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മൂവ്മെന്റ്, ഒരു ഗ്ലിച്ചിങ് എഫക്ട് കൊടുക്കുകയാണെങ്കിൽ അതേ റെസ്പോണ്ടിൽ തന്നെ അത് വർക്ക് ചെയ്യും. ഞാൻ സ്പീഡിലാണ് ചെയ്യുന്നതെങ്കിൽ അതേ സ്പീഡിൽ തന്നെ ആയിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. സ്ലോ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതേ റെസ്പോണ്ടിൽ തന്നെ ആയിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് വേറെ ജോയിസ്റ്റിക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രൊജക്ടിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ കുറച്ച് മോഡ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഒരു വർക്കിംഗ് മോഡലുകൾ, ഐ വർക്ക് ചെയ്യുന്ന കുറച്ച് മോഡൽസ്. സോ ഇതിപ്പോ വർക്ക് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ സ്വീപ്പാണ്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ അടുത്ത മോഡ് വെർട്ടിക്കൽ സ്വീപ്പാണ് കൊടുത്തിരിക്കുന്നത്. സോ അപ്പ് ആൻഡ് ഡയറക്ഷനിൽ വെർട്ടിക്കലി മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിൽ വെർട്ടിക്കലി ഒരു മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ അടുത്ത മോഡ് കൊടുത്തിരിക്കുന്നത് ഒരു ഡയഗണൽ മൂവ്മെന്റ് ആണ്. സോ നമുക്ക് ഇതൊരു ഫേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ മോഡുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അടുത്ത ഡയഗണൽ മോഡ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഡയഗണൽ വരുമ്പോൾ ഡയഗണൽ ആക്സിസിൽ ചെറിയൊരു മൂവ്മെന്റ് വരും ഐക്ക്. ദെൻ അടുത്ത മൂവ്മെന്റ് കൊടുത്തിരിക്കുന്ന ഒരു സർക്കുലർ മൂവ്മെന്റ് ആണ്. ഇതിപ്പോ ഫിക്സഡ് ആണ്, ഇതിനകത്ത് AI ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. ഒരു ഫിക്സഡ് കോഡ് വഴി ലൂപ്പ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യണത്. ദെൻ അടുത്തത് 8 എന്ന് പറയുന്ന ആ ഒരു നമ്പർ നമുക്ക് ജസ്റ്റ് ഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ 8 എന്ന് പറയുന്ന ആ ഒരു ലെറ്ററിനെ ഫിഗർ ചെയ്യുകയാണ് ഈ ഒരു മോഡിനകത്ത് വരുന്നത്. അടുത്ത മോഡ് കൊടുത്തിരിക്കുന്ന ക്വിക്ക് ഗ്ലാൻസ് എന്ന് പറയുന്ന ഒരു മോഡാണ്. ഒരു പ്ലസ് പോലെ ഷേപ്പിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത മോഡ് കൊടുത്തിരിക്കുന്നത് റാൻഡം ഗ്ലിച്ച് ആണ്. ഒരു ചെറിയ ഗ്ലിച്ചിങ് എഫക്ട് റാൻഡം പൊസിഷൻ മാറി മാറി ചെറിയ രീതിയിൽ ഒരു ഗ്ലിച്ചിങ് എഫക്ട് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കും. അത് ചെറിയ രീതിയിൽ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടാവും. അടുത്ത മോഡ് കൊടുത്തിരിക്കുന്ന എക്സൈറ്റ്മെന്റ് ആണ്. സോ ഈ ഒരു മോഡ് വൺ ടൈം ആണ് വർക്ക് ചെയ്യുള്ളൂ. കാരണം ലൂപ്പായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല, മോഷൻസ് ഒന്നുമില്ല. ലൂപ്പായിട്ട് നടക്കുന്നുണ്ട്, പക്ഷെ വേറെ മൂവ്മെന്റ് കാര്യങ്ങളില്ല. സോ എക്സൈറ്റ്മെന്റ് വരുന്ന സമയത്ത് നമ്മുടെ കൈമിന്റെ ഒരു ചെറിയൊരു മൂവ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെ താഴത്തേക്കൊരു മൂവ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത മോഡ് കൊടുത്തിരിക്കുന്നത് കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ കണ്ണിന്റെ മൂവ്മെന്റ് എങ്ങനെയാണോ ആ രീതിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ അന്നേരം ഇങ്ങനെ ഒരു കണ്ണിന്റെ സോ അടുത്തത് ഐ എല്ലാം സെൻട്രൽ പൊസിഷനിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. ദെൻ അടുത്ത മോഡ് വരുന്നത് നോ എന്ന് പറയുന്ന ആ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. നോ എന്ന് പറയുന്ന ഈ രീതിയിലൊരു കമാൻഡ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് എസ് എന്ന് പറയുന്ന ഒരു മോഡാണ്. സോ ആ ഒരു കമാൻഡിനെ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ എസ് എന്ന് പറയുന്ന ഒരു കമാൻഡാണ് ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനടുത്ത് ആംഗ്രി മോഡാണ്.
സോ ആംഗ്രി ആവുന്ന സമയത്ത് ഈ ഒരു ഫംഗ്ഷൻ ആയിരിക്കും എനേബിൾ ആവുന്നത്. ഇത്ര മോഡുകളാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ മോഡുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കയറ്റാവുന്നതാണ്. സോ ഇതാണ് ഈ വീഡിയോക്കകത്ത് വരുന്നത്. സോ അടുത്ത വീഡിയോയിൽ അടുത്ത ഡെവലപ്മെന്റ് എടുക്കാം. ബൈ ബൈ.